ആർക്കും ആരെക്കുറിച്ച് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് എല്ലാവർക്കും അനുഭവിച്ചു തന്നിട്ടുണ്ട്. ഭരണഘടന കുന്തമാണോ കുടച്ചക്രമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ പോലും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് സഖാവ് സജി ചെറിയാൻ പോലും സംശയം ഉണ്ടാവില്ല. ഇപ്പോൾ ജി സുധാകരനാണ് താരം. ഈ മീനമാസത്തിൽ അദ്ദേഹം ഗ്രാമങ്ങൾ തോറും കയറി ഇറങ്ങി ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അധികം പൈസയൊന്നുമില്ല. കോൺഗ്രസ്സുകാരുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് അദ്ദേഹത്തിന് കിട്ടുകയുമില്ല. അതുകൊണ്ട് പോസ്റ്റർ അടിക്കാതെ ഫ്ലെക്സ് ബോർഡുകൾ വെക്കാതെ പരമാവധി ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കാനുള്ള ഒരു സംവിധാനമാണ് പുള്ളി കരുതിയിട്ടുള്ളത്. പക്ഷേ ഇദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ചേ തീരൂ എന്ന ഒറ്റ വാശിയിൽ കോൺഗ്രസ്സുകാരല്ല, CPM-ൻ്റെ തന്നെ സമുന്നത നേതാക്കന്മാർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതിൽ ഇദ്ദേഹം തന്നെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന സജി ചെറിയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് H. സലാമുണ്ട്. പാർട്ടി ജില്ലാ സെക്രട്ടറി R. നാസറുണ്ട്. അങ്ങനെ മറ്റു പല ആളുകളുണ്ട്. തോമസ് ഐസക്കും AK. ബാലനും എന്തിന് A. വിജയരാഘവനും സർവോപരി സഖാവ് പിണറായി വിജയനുമുണ്ട്. വിജയരാഘവൻ പറയുന്നത് ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തലതിരിച്ച് പിടിച്ച് വായിച്ചു എന്നാണ്. അതിൻ്റെ തകരാറാണ് ഇപ്പോൾ പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. സംഗതി ശരിയാണ്. വിജയരാഘവൻ്റെ അത്രയും ചരിത്ര പാണ്ഡിത്യമോ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്ര പാരംഗതത്വമൊന്നും ജി സുധാകരനില്ല. ഈ സഖാവ് A. വിജയരാഘവൻ തന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അനുസരിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തത്. അവർ ജയിച്ചു കഴിഞ്ഞപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് ശക്തമായി ശുപാർശ ചെയ്തത്, അവർ മന്ത്രിയാക്കിയത്. മന്ത്രിയുടെ ഭർത്താവ് എന്ന പേരിൽ അറിയപ്പെടുന്നതിൽ വളരെ രോമാഞ്ച കഞ്ചുകിതനായി വിരാജിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനുള്ള പ്രത്യയശാസ്ത്ര വൈദഗ്ധ്യം സത്യം പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലുമില്ല. ഭർത്താവ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഭാര്യയ്ക്ക് സീറ്റ് മേടിച്ചു കൊടുക്കുക എന്ന പുതിയ സംവിധാനം തുടങ്ങി വെച്ചത് പുള്ളിയാണ്. പിന്നെയാണ് ഗോവിന്ദൻ മാഷ് അത് അനുകർത്താവായിട്ട് മാറിയത്. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യയശാസ്ത്ര വിശാരദന്മാരാണ് ഇപ്പോൾ ഈ പാർട്ടിയിൽ കൂടുതലുള്ളത്. തോമസ് ഐസക്കിൻ്റെ പിന്നെ പ്രത്യേകം പറയേണ്ടതില്ല, അദ്ദേഹം ധനതത്വശാസ്ത്രജ്ഞനും കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ പിണറായി വിജയൻ ഒരു പ്രത്യയശാസ്ത്ര പാരംഗതനൊന്നുമല്ല, അദ്ദേഹം നാട്ടുഭാഷ സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് NK പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ച് അന്യത ജയിക്കാൻ ഒരു സാധ്യതയില്ലാത്ത കൊല്ലത്ത് അദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പിച്ചത്. ഈ ജി സുധാകരനെ എങ്ങനെയെങ്കിലും ഒന്ന് നിയമസഭയിൽ എത്തിക്കണം എന്ന് വിജയൻ സഖാവിന് നിർബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ സലാമിനേക്കാൾ താല്പര്യം സുധാകരനാണ്. ഒന്നുമില്ലെങ്കിൽ എത്രയോ കൊല്ലം ഇവർ ഒരുമിച്ച് പ്രവർത്തിച്ചാണ്. അവർ KSF-ൽ ഒരുമിച്ചുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് KSYF-ൽ ഒരുമിച്ചുണ്ടായിരുന്നു, പാർട്ടിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു, നിയമസഭയിൽ ഒരുമിച്ചുണ്ടായിരുന്നു, മന്ത്രിസഭയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അത്രയും കാലത്തെ പ്രവർത്തന പരിചയമുള്ള, അടുപ്പമുള്ള, സ്നേഹമുള്ള, സാഹോദര്യമുള്ള സഖാവ് സുധാകരൻ ജയിച്ചു കാണണം എന്ന് നിശ്ചയമായിട്ടും താല്പര്യമുള്ള ആളാണ് സഖാവ് പിണറായി വിജയൻ. AK. ബാലനൊന്നും അത് പെട്ടെന്ന് മനസ്സിലാവില്ല. ഈ പിണറായിയുടെ കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യസ്തമാണ്. ബൈബിളിൽ തന്നെ പറഞ്ഞിട്ട് എനിക്ക് തിരിയാത്തത് 4 കാര്യങ്ങളുണ്ട്. ഒന്ന്, സമുദ്രമധ്യേ കപ്പലിൻ്റെ വഴിയും. മറ്റൊന്ന്, ആകാശമധ്യേ പരുന്തിൻ്റെ വഴിയും. മൂന്നാമത്തേത്, പാറപ്പുറത്ത് പാമ്പിൻ്റെ വഴിയും. നാലാമത്തേത്, ഈ ഒരു യുവതിയോടൊപ്പം പുരുഷൻ്റെ വഴിയും അത്രേ എന്നാണ്. അതുപോലെ തന്നെ മനസ്സിലാകാത്തൊരു കാര്യമാണ് പിണറായി വിജയൻ്റെ വഴി. പിണറായി വിജയൻ കിഴക്കോട്ട് പോവോ, വടക്കോട്ട് പോവോ, പടിഞ്ഞാട്ട് പോവോ, തെക്കോട്ട് പോവോ, മേപ്പോട്ട് പോവോ, കീഴ്പോട്ട് പോവോ എന്നാർക്കും പറയാൻ പറ്റില്ല. പിണറായി സഖാവ് മനസ്സിൽ കാണുന്ന കാര്യം വേറെ ഒന്നായിരിക്കും. ഇപ്പോൾ പ്രേമേന്ദ്രനും ബേബിയും തമ്മിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം നാക്കുപിഴ പറ്റിയിട്ട് പരനാറി എന്ന് വിളിച്ചാണോ? ഒരിക്കലുമല്ല. അദ്ദേഹത്തിന് കൊല്ലത്ത് ബേബി ജയിക്കുന്നത് ഇഷ്ടമായിരുന്നില്ല. ബേബി പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറായിട്ട് മാറും. വല്ല UPA സർക്കാരംഗം വരികയാണെങ്കിൽ ബേബി വിദേശമന്ത്രിയോ രാജ്യരക്ഷാ മന്ത്രിയോ അതുപോലെ എന്തെങ്കിലും ആയി തീരുമാനിച്ചു. അത് ഒഴിവാക്കാൻ വേണ്ടി പിണറായി സഖാവ് നാക്കുപിഴ പറ്റിയതില്ല, ഒരു സ്ഥലത്തല്ല 3 സ്ഥലത്ത് പരനാറി 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 എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലം എന്താണ്? കൊല്ലത്തെ CPM-കാരും CPI-കാരും ഒക്കെ സംഘടിച്ച് പരനാറിയെ ജയിപ്പിച്ചിട്ട് വേറെ കാര്യമുള്ളൂ എന്ന് കരുതി അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. അങ്ങനെ പിണറായി ഉദ്ദേശിച്ച സ്ഥലത്ത് കാര്യങ്ങളെത്തി. ബേബി സഖാവ് തോറ്റ് ഡീസൻ്റായിട്ട് തട്ടുമ്പുറത്ത് കയറി. അതിനെ തുടർന്ന് പുള്ളി കുറച്ച് ദിവസം നിയമസഭയിൽ പോലും പോകാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം അതോടെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്ന് എന്നേക്കുമായിട്ട് പിന്മാറി, വാള് വെച്ച് കീഴടങ്ങി എന്ന് പറയാം. ആ അവസ്ഥയിലെത്തിച്ചാൽ അതാണ് പിണറായി. നിങ്ങൾക്ക് ഈ പിണറായിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല. അതുപോലെ അമ്പലപ്പുഴയിൽ H. സലാം ഒരു കാരണവശാലും ജയിക്കരുത്. അതുകൊണ്ട് ജി സുധാകരൻ കാണിച്ചത് ചെറ്റത്തരമായി പോയി എന്ന് പറഞ്ഞു. ഈ ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ ദരിദ്രവാസികൾ ചെയ്യുന്ന കാര്യം.
ചെറ്റയിൽ പിറക്കുന്നവർ. ചെറ്റപ്പുര എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചെറ്റപ്പുരയൊന്നും ഇല്ല. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടു. വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകൾ മറച്ചു കുത്തിയ പുരക്കാണ് ചെറ്റപ്പുര എന്ന് പറയുന്നത്. അവിടെ താമസിക്കുന്നവരെയാണ് നമ്മൾ ചെറ്റകൾ എന്ന് പറയുന്നത്. പിണറായി വിജയൻ ബക്കിംഗ്ഹാം പാലസിൽ ജനിച്ച ആളാണ്. ചിറക്കൽ കോവിലകത്തിൻ്റെ ഒരു താവഴിയാണ് മുണ്ടയിൽ കുടുംബം, മുണ്ടയിൽ കോരൻ. ഈ തെങ്ങേത്താൻ പോരുന്നത് പോലും ഇമ്പാല കാറിലാണ്. അന്ന് ഈ ബെൻസ് BMW പോലുള്ള കാറില്ലാത്തതുകൊണ്ട് ഇമ്പാലയാണ് നമ്മുടെ നാട്ടിൽ എക്സ്പോർട്ട് ചെയ്യപ്പെട്ട കാറുകൾ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യപ്പെട്ട കാറുകൾ ഏറ്റവും പ്രസിദ്ധമായത്. അപ്പോൾ അങ്ങനെ രാജകുടുംബത്തിൽ ജനിച്ച രാജരക്തം സിരകളിൽ ഓടുന്ന ആളാണ് പിണറായി വിജയൻ. അതുകൊണ്ട് സാധാരണക്കാരായ സഖാക്കളെ കാണുമ്പോൾ പുള്ളിക്ക് ചെറ്റകൾ എന്ന് തോന്നും. ഇപ്പോൾ പുള്ളിയുടെ ഈ രാജകീയമായ എഴുന്നള്ളത്ത് കണ്ടില്ലേ, 40 വാഹനങ്ങളുടെ അകമ്പടി കൂടി യാത്ര ചെയ്യുന്ന പുള്ളി രാജകുടുംബത്തിൽ ജനിച്ച ആളായതുകൊണ്ടാണ്. വെറും ചെത്തുകാരൻ്റെ മകനല്ല പുള്ളി. അതുകൊണ്ട് നവാബ് സാദ, ടിപ്പു സുൽത്താൻ, ഹൈദരാബാദ് നൈസാം, ഗ്വാളിയോറിലെ മഹാരാജാവ് സിന്ധ്യ, അല്ലെങ്കിൽ ബറോഡയിലെ ഗെയ്ക്വാദ് എന്നൊക്കെ പറഞ്ഞ പോലെ രാജകുടുംബത്തിൽ ജനിച്ച ആളാണ് മുണ്ടയിൽ കോരൻ മകൻ പിണറായി വിജയൻ. വിജയ മഹാരാജാവ് അല്ലെങ്കിൽ കേരള ചക്രവർത്തി എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുകൊണ്ട് ചെറ്റകളോടും ചെറ്റപ്പുരകളോടും ആ ചെറ്റത്തരത്തോടുമൊക്കെ അദ്ദേഹത്തിന് ഭയങ്കരമായ വിപ്രതിപത്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത്. പാവപ്പെട്ട സുധാകരൻ കാര്യം നായരായിട്ടാണ് ജനിച്ചെങ്കിലും പരമദരിദ്രനായിരുന്നു. കാശുള്ള വീട്ടിലാണ് ജനിച്ചെങ്കിൽ പുള്ളി കരയോഗം നായരായിട്ട് ചെവിയിൽ പൂടയെക്കുറിച്ചൊക്കെ അഭിമാനിച്ച് ജീവിച്ചാണ്. ദരിദ്ര കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് പുള്ളി സഖാവായി തീർന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് 18 വയസ്സ് വരെ പുള്ളി താമസിച്ചത് ചെറ്റപ്പുര എന്ന് പറയുന്ന ഓലമേഞ്ഞ പുരയിലാണ്. തറ ചാണകം മെഴുകിയതായിരുന്നു. ഭിത്തി മൺകട്ടകൾ കൊണ്ടുണ്ടാക്കിയതാണ്, ഇഷ്ടികയല്ല. ഈ വെയിലത്ത് വെച്ച് ഉണക്കിയ മൺകട്ട കൊണ്ട് പണിയിച്ച കൂരയിലാണ് പുള്ളി ജീവിച്ചത്. 18 വയസ്സിന് ശേഷമാണ് അദ്ദേഹത്തിന് ഈ ഓടിട്ട വീടുണ്ടായത്. തൂക്കുകുളത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലും പോയിട്ട് വലിയ ആർഭാടമൊന്നുമില്ലാത്ത വീടാണ്. ഇപ്പോൾ പുന്നപ്പുറയിൽ താമസിക്കുന്ന വീട് സാമാന്യം മെച്ചപ്പെട്ട വീടാണ്. കാരണം പുള്ളിയുടെ ഭാര്യ റിട്ടയർ കഴിഞ്ഞപ്പോൾ UGC നിരക്കിൽ പെൻഷൻ DCRG കിട്ടി. ആ കാശ് വെച്ച് പണിയിച്ചാണ് പുന്നപ്പുറയിൽ ഇപ്പോഴത്തെ വീട്. അതിന് അതിൻ്റേതായ ഒരു ഐശ്വര്യവും ആർഭാടം എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഒരു എടുപ്പുണ്ട്. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ ദാരിദ്ര്യത്തിൽ നിന്ന് വന്ന ആളാണ്. അതുകൊണ്ട് ചെറ്റകളുമായിട്ടാണ് പുള്ളിക്ക് സഹവാസം. പുള്ളി പറയുന്നതിലും കുറച്ച് ചെറ്റത്തരമൊക്കെ ഉണ്ടാവും. പക്ഷേ പിണറായി വിജയനെ സഹിക്കാൻ പറ്റില്ല. കാരണം പുള്ളി പ്രഭു കുടുംബാംഗമല്ല, രാജകുടുംബാംഗം ആയതുകൊണ്ട് ബക്കിംഗ്ഹാം പാലസ് പോലുള്ള ഒരു വലിയ വീട്ടിലാണ് പുള്ളി ജനിച്ചത്. ആ പുള്ളിക്ക് അതുകൊണ്ട് സാധാരണക്കാരെ ചെറ്റകളൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ക്ലാസ് ഡിഫറൻസ് എന്ന് പറയുന്നതാണ്. അതാണ് മാർക്സ് പറയുന്ന വർഗ സമരം. മാർക്സിൻ്റെ വർഗസമര സിദ്ധാന്തം ഞാനിപ്പോൾ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വർഗസമരത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ 2 വർഗങ്ങളാണ്. പുരാതന കാലത്ത് അത് ജന്മിമാരും കുടിയാന്മാരും കർഷക തൊഴിലാളികളും തമ്മിലുള്ള നിരന്തര സംഘർഷമായിരുന്നു. ഈ വ്യവസായവൽക്കരണത്തിൻ്റെ കാലത്ത് അത് മുതലാളിമാരും തൊഴിലാളികളും തമ്മിലുള്ള സംഘടനമാണ്. ഈ വർഗ സഹകരണം ഒരിക്കലും സാധ്യമല്ല. വർഗ സംഘടനം അനിവാര്യമാണ്. അപ്പോൾ പിണറായി വിജയൻ ഇവിടെ പ്രതികരിക്കുന്ന മുതലാളി വർഗത്തെയാണ്, അല്ലെങ്കിൽ ജന്മി വർഗത്തെയാണ്, അല്ലെങ്കിൽ രാജകുടുംബത്തിൽ ജനിച്ച ഈ സിരകളിൽ നീലരക്തമുള്ള ആളുകളെയാണ്. ഈ സുധാകരൻ അദ്ദേഹം ചെറ്റപ്പുരയിൽ ജനിച്ച ആളാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റായ ആളാണ്. രാജകുടുംബത്തിൽ ജനിച്ച ആളല്ല. അദ്ദേഹം പാവപ്പെട്ടവരുടെ ഭാഗത്ത് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് പുള്ളി ഈ പുന്നപ്പുറയെക്കുറിച്ചും വയലാറിനെക്കുറിച്ചും വലിയ ചൂടുകാടിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് കോൾമയർ കൊള്ളുന്നത്. ഇനിയുള്ള കാലത്ത് ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പുള്ളി മാർക്സിസ്റ്റ് പാർട്ടിയോട് സലാം പറഞ്ഞു പോയത്. അല്ലാണ്ട് സലാമിനോടുള്ള വ്യക്തിവിരോധം കൊണ്ടല്ല. അപ്പോൾ ഏതായാലും സംഗതി ജോറാവുന്നുണ്ട്. തൊഴിലാളി വർഗം എവിടെയാണ്, മുതലാളി വർഗം എവിടെയാണ്? മുതലാളിമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആരാണ്? തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പൊരുതുന്നവരാരാണ് എന്നൊക്കെ തൊഴിലാളികൾ തിരിച്ചറിഞ്ഞാൽ അവർക്ക് കൊള്ളാം. അമ്പലപ്പുഴയിലെയും ആലപ്പുഴയിലെയും നിസ്വരായ കയർ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, അവരെന്തിനു വേണ്ടിയിട്ടാണ് വയലാറിൽ പോയി ഈ വാരിക്കുന്തോമേന്തി യന്ത്രത്തോക്കുകളുടെ മുമ്പിൽ വിരിമാറ് കാണിച്ചത് എന്ന കാര്യം ആലോചിച്ചാൽ അതിൽ ജനങ്ങൾക്ക് ചിന്തിക്കുന്നവർക്കൊരു ദൃഷ്ടാന്തമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും വിപ്ലവം ജയിക്കട്ടെ. അത് പിണറായിയുടെ വരേണ്യവർഗ വിപ്ലവമാണോ സുധാകരൻ്റെ തൊഴിലാളി വർഗ വിപ്ലവമാണോ എന്നുള്ളത് നമുക്ക് മെയ് 4-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം തിരിച്ചറിയാൻ കഴിയും. രണ്ടായാലും വിപ്ലവം തന്നെ ജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല. വിപ്ലവം ജയിക്കട്ടെ. ലാൽ സലാം.